ഇത് ഇത്തിക്കരയാറാണ് കേട്ടോ ഈ കടന്നു പോകുന്നത്. ഇത്തിക്കരയാറിൻ്റെ ഭാഗമാണ്. ഇത്തിക്കരയാറിൽ ചെന്ന് കയറുന്ന നമ്മുടെ ആറാണിത്. ഇത് ഞാൻ പറഞ്ഞില്ല, അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കരക്കരയും ഇക്കരക്കരയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലമാണിത്. അപ്പുറത്ത് മൊത്തം മുളയാണ് കേട്ടോ. ഇക്കരെ അതിനേക്കാളും കേമം. എന്താണെന്നറിയില്ല, നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് എങ്ങനെയാണെന്നറിയില്ല, എനിക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഹായ്, എന്തൊരു മനോഹരമായ കാഴ്ചകൾ. ആ രണ്ട് കരയിൽ നിൽക്കുന്ന ചെടികൾ, നടുക്കൂടെ വെള്ളം. സൂപ്പറാണേ. അതെന്താണ് വെള്ളത്തിൽ അങ്ങനെ കണ്ട പോച്ചയാണെന്ന് തോന്നുന്നത്. ഇല്ല, കാണുന്ന പോച്ച വെള്ളം വന്നിട്ട് ആ രീതിയിലായതാണ് കേട്ടോ. എന്നിട്ടും അത് നശിച്ചിട്ടില്ലല്ലോ. നമ്മളിപ്പം നടന്ന് അക്കരെ കരയിലെത്തുവേ. അവിടെ നിന്ന് തുടങ്ങിയതാണ്. അങ്ങനെ പാലത്തിൻ്റെ ഇപ്പുറത്തെത്തി കേട്ടോ. ഇനി മൊത്തത്തിലൊന്ന് ഓടിച്ചൊരു നല്ല രസമുണ്ടല്ലേ കാണാൻ. നീലാകാശം. കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ സൈറ്റാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ചടയമംഗലം ജടായുപ്പാറ തൊട്ട് നമുക്ക് കാണാൻ കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ ആറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചൊക്കെ നിൽക്കാൻ ഇവിടെ തന്നെ 4-5 പാലങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇരുമ്പ് പാലം. ഈ രണ്ട് കരയെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട്, കാരണം അപ്പുറത്ത് ഇവിടെ പകൽക്കുറി ഭാഗത്ത് വണ്ടി ഇറങ്ങിയിട്ട് ബസ് ഇറങ്ങിയിട്ട് ആൾക്കാർക്ക് വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടിയാണ്. ഇല്ലെങ്കിൽ അവർ കിലോമീറ്ററുകളോളം നടന്ന് വെളുന്നല്ലൂർ എന്ന് പറയുന്ന ഭാഗത്ത് നടന്നു പോയി അവിടെ നിന്നായിരുന്നു ബസ് കയറേണ്ടി വരുന്നത് കേട്ടോ. ഇതിപ്പോൾ അവർക്ക് ഈ പകൽക്കുറി വന്നിറങ്ങിയിട്ട് ഇതുവഴി ഇങ്ങ് വരാൻ പറ്റും. അതിന് എളുപ്പമാണ് ഈ പാലം.